സുധിയാണെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് സുധിയുടെ കയ്യിൽ നിന്നും ഒരു 25 ലക്ഷം രൂപ ഒരാൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണുന്നത്. അത് മരുന്ന് മേടിച്ച് ഇറങ്ങുന്ന സമയത്താണ് അയാളെ കാണുന്നത്. ഈ സമയം എടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. സുധിയെ കാണുന്നതും അയാളാണെങ്കിൽ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. വരുമ്പോൾ കിട്ടുന്ന ഒരു ടാക്സിയിൽ കയറി അദ്ദേഹം പോവുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് സുധിയാണെങ്കിൽ പുറകെ ഓടുന്ന വഴിയിൽ ഒരാളാണെങ്കിൽ അമ്പലത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ തട്ടി അങ്ങ് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചിയാണെന്നെങ്കിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളവും തട്ടിക്കളഞ്ഞ് ആ പാത്രം പൊട്ടിപ്പോവുകയാണ് കേട്ടോ. കുറച്ചു ദൂരം കൂടി പിന്നെയും ഓടുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കല്ലെടുത്ത് എറിയുകയാണ്. കല്ലെടുത്ത് എറിയുന്നത് പോലീസുകാരനെ ഇല്ല, ആ കാറിനെയാണ്. പക്ഷെ ആ കല്ല് ചെന്ന് കൊള്ളുന്നത് നമ്മുടെ പോലീസുകാരനാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും നമ്മുടെ സുധിയെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും പുറകെ ഓടുന്ന സമയത്ത് സുധിയാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ അയാളെ മാത്രം ലക്ഷ്യമിട്ട് ആ കാറിൻ്റെ പുറകെ ഓടുകയാണല്ലോ. എന്നാൽ പുറകെ വരുന്നവരെല്ലാം ആ പോലീസുകാരനോട് പറയുന്നുണ്ട് അയാളെ പിടിക്ക് എന്നിങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടാട്ടോ ഇങ്ങനെ വരുന്നത്. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കൂടി ഇപ്പോൾ സുധി ഓടുന്ന രീതിയായിട്ടാണ്. അങ്ങനെ ഓടി സുധി കുറേ ദൂരം ഓടിക്കഴിയുമ്പോഴേക്കും ഒരു ടേണിങ് വരികയാണ് കേട്ടോ. ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു വണ്ടിയാണെങ്കിൽ വരുന്നത് സുധി കാണുന്നില്ല. അങ്ങനെ സുധിയെ വണ്ടി പാഞ്ഞു വന്നിരുന്ന വണ്ടിയുടെ മുമ്പിൽ സുധി പെട്ടു പോവുകയാണ്. സുധിയെ ആണെങ്കിൽ ആ വണ്ടി ഇടിക്കുന്നുണ്ട്. ഇടിച്ച് താഴെ ഇട്ടിട്ട് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ് സുധി. അപ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ ഓടിയെത്തുന്നുണ്ട്. അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് നടന്നു വരുമ്പോഴേക്കും ഹാളിൽ കാല് തെന്നി വീഴുന്നുണ്ട്. സച്ചി പെട്ടെന്ന് ചന്ദ്രമതിയെ ഓടി വന്നിട്ട് അമ്മേ കൈ ഇന്ന് പിടിച്ചിട്ട് കൈ താങ്ങി പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി ആണെങ്കിൽ സച്ചിക്ക് കൈ കൊടുക്കാതെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. എന്നെ നീ പിടിക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാൽ സച്ചി രേവതിയെ വിളിക്കുകയാണ്. രേവതി ഓടി വരുന്നുണ്ടെങ്കിലും ചന്ദ്രമതി താഴെ ഇരിക്കുന്നത് കാണുന്നത് അമ്മ എന്താ ഇവിടെ തറയിലിരിക്കുന്നതെന്നിങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ശയന പ്രദക്ഷിണം ചെയ്യുകയാണെന്ന് പറയുകയാണ്. എന്നാൽ രേവതി അമ്മ കാല് തെന്നി വീണ എന്ന് പറയുന്നുണ്ടെങ്കിൽ സച്ചി അമ്മേ എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് കൈ താന്ന് പറഞ്ഞിട്ട് രേവതിയും പറയുന്നുണ്ടെങ്കിലും നീയും എന്നെ പിടിക്കണ്ട എന്ന മട്ടിൽ തന്നെ ചന്ദ്രമതി അവിടെ അനങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ തന്നെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. രേവതി വീണ്ടും കൈ പിടിക്കുക എണീക്കമ്മ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോഴേക്കും നമ്മൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മേ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഞാൻ കാലിൽ തെന്നി വീണടാ എന്ന് അമ്മ എണീക്കെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ കസേരയിൽ ഇരുത്തുന്നുണ്ട്. അമ്മ എങ്ങനെയാ താഴെ വീണയെന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് എടാ ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് കാല് തെന്നിയതാ, ഇതാ ഇവിടെ തട്ടിപ്പോയെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അമ്മ എന്താ കുഞ്ഞുകുട്ടിയാണോ, ശരിക്കും നോക്കിയിട്ട് നടന്നു വരണ്ടെന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ ഞാൻ എന്ത് വേണമെന്ന് വെച്ചിട്ട് വീണതാണോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് വന്നു എന്തോ ഇടിച്ചതുപോലെ എനിക്ക് തോന്നി. സുധി എവിടെയെന്നിങ്ങനെ പെട്ടെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ. സുധിയേട്ടൻ രാവിലെ തന്നെ പുറത്തു പോയില്ലേ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ശരിയാണല്ലോ. അങ്ങനെ ചന്ദ്രമതി അമ്മേ കാല് നല്ല വേദനയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. ആ ഉണ്ടടാ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രീകാന്ത് അവിടെയെല്ലാം ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. എടാ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ പോയിട്ടൊരു കാറ് കൂട്ടിയിട്ട് വാ, താഴെ ഉണ്ടെന്നിങ്ങനെ പറയണേന്നിങ്ങനെ ഏയ് അതൊന്നും വേണ്ട എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. നീ ഒന്ന് തിരുമ്മി വിട്ടാൽ മതി, ഹോസ്പിറ്റലിൽ പോവണ്ട മാറിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് നന്നായിട്ട് തിരുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ സച്ചിക്കും രേവതിക്കും നല്ല വിഷമം വരുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും പരസ്പരം പുറത്ത് കാണിക്കാതെ അടുക്കളയിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തു പറ്റി സച്ചിയേട്ടാ, എന്താ ഒരു വിഷമം പോലെ? ഞാനും അവരുടെ മകൻ തന്നെയല്ലേ. താഴെ വീണ സമയത്ത് ഞാൻ കൈ കൊടുത്തപ്പോൾ അത് പിടിച്ച് എണീക്കാൻ ഉള്ള മനസ്സ് അവർക്ക് വന്നില്ലല്ലോ.
എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊന്നും എന്നെ തുടരുതെന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. അതിനു മാത്രം എന്തു പാപോ രേവതി ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. സച്ചിയേട്ടൻ്റെ വില എന്താണെന്നേ അമ്മയ്ക്ക് അറിയില്ല. ഒരു പൂച്ചയാണെങ്കിൽ പോലും 4 മക്കളുണ്ടെങ്കിൽ ആ 4 ഒരുപോലാണ് കാണുക. എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല. സ്വന്തം മക്കളാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലേ അകറ്റി നിർത്തി എന്നിങ്ങനെ പറയുമ്പോഴേക്കും അമ്മയുടെ സ്വഭാവം സച്ചിയേട്ടന് നന്നായിട്ട് അറിയാമെന്നല്ലേ സച്ചിയേട്ടാ. ഇഷ്ടമില്ലാത്ത മകന് ഞാൻ ഇഷ്ടമില്ലാത്ത മരുമകളുമാണ്. എൻ്റെ കൈ പിടിക്കണമെന്നും അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. അമ്മ വീഴുന്നത് കണ്ടപ്പോൾ ഞാനും ഒന്ന് പതറിപ്പോയി. പക്ഷെ ആ വേദനയിലും അവർക്ക് എന്നെ ഒന്ന് ഇത്രയും വെറുപ്പ് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടൻ ഒരു ദിവസം മാറും, അമ്മ നമ്മളെ തിരിച്ചറിയും, ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം എന്തായാലും ഉണ്ടാകും, എല്ലാം കാലം മാറ്റും എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. തുടർന്നാണെങ്കിൽ ചന്ദ്രമതിയാണ് കാണിക്കുന്നത്. അമ്മേ, വയസ്സാകുന്ന സമയത്ത് കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ നടക്കണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആർക്കാടാ വയസ്സായത്? ഞാൻ എന്താ കാണാതെ തട്ടിപ്പോയതാണെന്ന് പറഞ്ഞതല്ലേ നിന്നോട്? അപ്പോൾ കണ്ണിനായിരിക്കും അമ്മയ്ക്ക് പ്രശ്നം എന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ് കേട്ടോ. ആർക്കാടാ കണ്ണിന് പ്രശ്നം? അമ്മയ്ക്ക് മാറി മാറി രോഗം വരും എന്ന് എന്തെങ്കിലുമൊക്കെ രോഗം കാണുമെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ഒന്ന് പോടാ, ഞാൻ അറിയാതൊന്ന് സ്ലിപ്പായതാണെന്ന് ഇങ്ങനെ ചന്ദ്രമതി പറയാണ് കേട്ടോ. ഈ സമയം ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. എടാ നീ ആ ഫോണൊന്ന് എടുത്തേ, ആരാണെന്നൊന്ന് നോക്കുന്ന ശ്രീകാന്തിനോട് പറയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് പോയി ഫോൺ എടുത്തോണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. ശ്രുതി ചേച്ചിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് പറയാണ് കേട്ടോ. ആ കാര്യം പറ ശ്രുതി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ ശ്രുതി, എന്താ നിനക്ക്, നീ എന്തിനാ കരയുന്നത് എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ശ്രുതിക്ക് ഒന്നും സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല. ശ്രുതിയുടെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളോ എന്ന കാര്യം ചന്ദ്രമതി ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ആൻറ്റി എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. ആൻറ്റി എന്ന് വിളിച്ചിട്ട് ശ്രുതി ഇങ്ങനെ പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ ശ്രുതിക്ക് എന്താ പറ്റിയത്, അവനെ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി അതുപോലെ തന്നെ ശ്രീകാന്തൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചിൻ്റെ അവധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതിക്ക് എന്താ പറ്റിയത് ശ്രുതി, നീ ആദ്യം കരയുന്നൊന്ന് നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. ശ്രുതി എന്താ പറയുന്നതെന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ ആലമുറയിട്ട് കരയാണ്. അയ്യോ എൻ്റെ മകനെ എന്താ പറ്റിയേ എന്നൊക്കെ വിളിച്ചിട്ട് ഫുൾ കരച്ചിലാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ നീ പറ എവിടെയാ ഉള്ളത്, എൻ്റെ മകൻ എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. ആൻറ്റി ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ആക്സിഡൻ്റ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞ് എന്നെ ഫോൺ ചെയ്തതാണ്, ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒരു ഭാഗത്ത് നിന്ന് കരയുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ നിലവിളിച്ച് കരയുന്നു. അമ്മയൊന്നും ഉണ്ടാവില്ല, അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ആ ഫോൺ മേടിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയ ചേച്ചി എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല, ICUലാണ് ഇപ്പോൾ ഉള്ളത്, എനിക്ക് പേടിയാവുന്നുണ്ട് ശ്രീകാന്ത് എന്നിങ്ങനെ പറയുമ്പോൾ, ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഏത് ഹോസ്പിറ്റലാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞെന്നുള്ള കാര്യം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല നമ്മുടെ സുധിയേട്ടന് എന്തോ ആക്സിഡൻറ്റ് പറ്റി ICUലാണെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ വീണ്ടും കരച്ചിലാണ്. അയ്യോ എൻ്റെ മോനെ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് കരയുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി രവി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ രവി വന്നിട്ട്, എന്താ ചന്ദ്ര നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെച്ച് കരയുന്ന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സുധിക്ക് ആക്സിഡൻ്റ് ആയി എന്നിങ്ങനെ പറയണ്ട. ആക്സിഡൻറ്റോ, എങ്ങനെ, എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്ന് അതൊന്നും അറിയില്ല, ഇപ്പോൾ ICUലാണ് ഉള്ള എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ICU എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മകന് മാത്രം എന്താ ഇങ്ങനെ കഷ്ടപ്പാട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്
ചന്ദ്രമതി ഒരേ കരച്ചിലാണ്. അയ്യോ രവിയേട്ട, എനിക്ക് പേടിയാവുന്നു. അവന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രവിയും ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റൽ സിസ്റ്റർമാരൊക്കെ പുറത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ വരും, അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാമെന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രുതിനെ അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ കണ്ണുകളൊക്കെ കെട്ടിയിട്ടാണ് കാണിക്കുക. അയ്യോ കണ്ണിന് എന്ത് പറ്റിയെന്നിങ്ങനെ ശ്രുതി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും അത് സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആയിട്ടുണ്ട്. ആക്സിഡന്റ് ആയ സമയത്ത് എന്തോ ശ്രുതിയുടെ കണ്ണാടി പോയിട്ടുണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചില്ലായിരിക്കണം, കണ്ണിൻ്റെ ഉള്ളിൽ തുളച്ച് കയറിയിട്ടുണ്ട്. ചില്ലുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ ഫുൾ ഉറപ്പ് നൽകുന്നില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നത് എന്തായാലും ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും ശ്രുതി ചോദിക്കുകയാണ്. സങ്കടത്തോട് കൂടിയിട്ട് അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ അത് തന്നെയാണ് പറഞ്ഞത്, ടെസ്റ്റുകളൊക്കെ ഒരുപാട് എടുക്കാനുണ്ട്, അതിനുശേഷം മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെ അപ്പോഴേക്കും ചന്ദ്രമതിയും സച്ചി എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. കണ്ണ് കെട്ടിയ നമ്മുടെ ശ്രുതിയെ കാണുമ്പോഴേക്കും ചന്ദ്രമതി ആകെ ടെൻഷനാകുന്നുണ്ട്. ഭയങ്കര കലച്ചിലും നിലവിളിയും ഒക്കെയാണ്. അങ്ങനെ ഡോക്ടർ അവരുടെ അടുത്ത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ കണ്ണ് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പുറകെ തന്നെ കാണാം കേട്ടോ. എന്നാൽ ഈ സമയം സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ സച്ചിക്ക് ആകെ കണ്ണ് നിറയുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയെ നോക്കിയിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഒച്ചയൊന്നും വെക്കാൻ പാടില്ല എന്ന് ഒരു സിസ്റ്റർ വന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയെ സച്ചി ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ആണെങ്കിൽ സച്ചിയുടെ കൈ തട്ടി മാറ്റിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ രവിയേട്ടനാണെങ്കിൽ വന്നിട്ട് ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് നീ പുറത്ത് വന്നിരിക്കുക, എന്തായാലും ഒച്ചയൊന്നും വെക്കല്ലേ, അവന് കുഴപ്പമൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ.